എന്തായാലും തന്റെ ഭൂമി കണ്ണായ സ്ഥലത്താ. ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ വെള്ളത്തിന്റെ ആൾക്കാരാ. രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോ എല്ലാരും ഫുള്ള് വെള്ളത്തിലാ. എന്താ പ്ലേസ്, എന്തൊരു കാറ്റാ. ഉറങ്ങിപ്പോവും. ഉറങ്ങാനാണ് വില്ലേജ് ഓഫീസല്ലേ സാറേ നല്ലത്. എടോ വില്ലേജ് ഓഫീസിൽ കാറ്റൊന്നും വേണ്ട, കസേരയും അവിടെ കയറി ഇരുന്നാ മതി, അപ്പൊ ഉറങ്ങിപ്പോവും. എന്താണെന്ന് അറിയില്ല. ശരിയാ, വാസ്തു പ്രകാരം ചില ഓഫീസ് അങ്ങനെ. ഒന്നും കൂടെ വന്നേ. ഒരു പ്രശ്നമുണ്ടല്ലോ. അതെ, റെസിഡൻഷ്യൽ ഏരിയയിൽ വീട് വെക്കാൻ പെർമിഷൻ കൊടുക്കാനേ ഞങ്ങൾക്ക് അധികാരമുള്ളൂ. അമ്പലത്തിന്റെ പുറമ്പോക്ക് സ്ഥലത്ത് എങ്ങനെ വീട് വെക്കും പാല? അത് പ്രശ്നമാണല്ലോ. അയ്യോ ചതിക്കല്ലേ സാറേ, എങ്ങനെയും ചെയ്തു തരണം. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. രാമേട്ടാ, ഇയാളുടെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. താനിങ് വന്നേ. ക്ഷേത്രം വക സ്ഥലമാണെങ്കിലുണ്ടല്ലോ വീട് വെക്കാൻ സാറ് വിചാരിച്ച നടക്കും. പക്ഷേ സാറ് വിചാരിക്കണം. പിന്നെ അങ്ങനെ ഒന്നും വലുതായിട്ട് ചോദിച്ചു മേടിക്കുന്ന ആളൊന്നും അല്ല. അത് നന്നായി, പിന്നൊന്നും കൊടുക്കേണ്ട കാര്യമല്ലല്ലോ. ഒന്നിട്ട് വന്നേ. നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് കൊടുത്താലും പുള്ളി വാങ്ങിക്കോളും. തങ്കപ്പെട്ട മനുഷ്യനാണ്. അത് മനസ്സിലായി, എന്ത് കൊടുക്കേണ്ടി വരും? അതിപ്പോ എത്ര ആയാലും കുഴപ്പമില്ല. പിന്നെ കൈക്കൂലി നില കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടൂല. പോട്ടെ, ഒരു 50 ഉറുപ്പിക ഇടും. ഇത് കൂടിപ്പോയ ഇങ്ങോട്ട് വന്നേ. കാനവിടെ നിൽക്കേ. ഇത് ക്ഷേത്രം വക ഭൂമിയാണ്. നിങ്ങളിപ്പൊ തന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാ പിന്നെ ഇതിനകത്ത് എങ്ങനെയാണ് വീട് വെക്കണത്? ദേ, ഇയാളെ കൂടെ കൊണ്ടുവരുന്നാണ്ടല്ല നിങ്ങളുടെ കാര്യം നടക്കൂല കേട്ടാ. ഒരു 1000 രൂപ ഇങ്ങോട്ട് എടുത്തു. 1000 ഉറുപ്പിയോ? ബാക്കിയൊക്കെ പിന്നെ കണക്ക് പറയാന്നേ. മാഷെ, പേടയില്ലേ? പേട ഊട് കഴിച്ചിട്ട് ഒരു പേട കഴിച്ചിട്ട് വലിയ പാടാ. പോടാ എന്ന് പറയാനാ തോന്നുന്നു, പക്ഷെ സഹിച്ചല്ലേ പറ്റുള്ളൂ. സാർ ഒരു 10 പാർസൽ മേടിച്ചോളൂ ഭാര്യക്കെ. ഒരു 10 പാർസൽ എന്നാ എനിക്ക് കൊടുത്തൊരു 10 പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. എത്ര പിള്ളേരാ സാറിന്? എന്തേ? അല്ല ഒന്നുമില്ല, ബഡ്ജറ്റ് ഒക്കെ നോക്കാണ്. ബഡ്ജറ്റ് ഒക്കെ തന്നെയുള്ള കയ്യിൽ. അതെ, ഇതിനുള്ള എടുത്തോളി. കണ്ടോ, നോക്കി കാലിയല്ലേ. കേട്ടോ ബാല, സംഗതി ബാലിന് 8 സെന്റ് സ്ഥലം ഉള്ളെങ്കിലും നല്ലൊരു പീസാ. ഏത് ഇപ്പാ പോയതേ. എല്ലാം ശരിയാക്കി തരാം ബാല. പോന്നും ഇത് കഴിഞ്ഞിട്ട് വിശദമായിട്ടൊന്ന് കാണണം. ഹലോ ബാലേട്ടാ. ഹലോ. എന്താ സാറേ? ഇരിക്കൂ. വേണ്ട, ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയെന്നുള്ളൂ. ബാലേട്ട ഇല്ലേ? ഇല്ല, സ്കൂളിൽ പോയല്ലോ. അയ്യോ, ഞാനതങ്ങ് മറന്നു. എന്തായി പണിയുടെ കാര്യം? തുടങ്ങണ്ടേ? തുടങ്ങണം. ലോൺ കിട്ടാൻ 2 ദിവസം കൂടി പിടിക്കുന്ന പറയണ കേട്ടു. അതിന്റെ പേപ്പേഴ്സ് ഒക്കെ ഒപ്പിക്കാനുള്ള തത്രപ്പാടില ആള്. ഓക്കെ, നോ പ്രോബ്ലം. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. പിന്നെ ബാലേട്ടൻ വരുമ്പോ പറയണം. ഞാൻ പറയാം. ഓക്കെ. അല്ല, ഇരിക്കണില്ലേ? ചായ വേണ്ട, കുഴപ്പമില്ല, പിന്നീടാവാം. ഓക്കെ. ദാഹജലം തരൂ. എന്തേ? വണ്ടിക്ക് വെള്ളം. ഇതിപ്പോ 2ാമത്തെ തവണയാണല്ലോ ഇവിടെ വരുമ്പോ വണ്ടിക്കൊരു വെള്ളം ദാഹം. എന്തെന്നറിയില്ല, ഇവിടുത്തെ വെള്ളം വണ്ടിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഹസില്ലേ? ചിന്തയിലോ? ജിദ്ദയിലോ? എപ്പോ പോയി? അയ്യോ, ജിദ്ദയിലല്ല, ചിന്തയിലാണ്. ഇതിന് മാത്രം എന്താ പുള്ളിക്ക് ഇത്ര ചിന്തിക്കാൻ? എനിക്ക് അറിഞ്ഞൂടെ സാറേ. നോക്കൂ, എന്നെ സാറേന്ന് വിളിക്കണ്ട. പ്രഹ്ലാദൻ. കുറച്ചു നാളായി ഞാനൊരു ചിന്തയിലാണ്. ഞാനും. എന്നാ പോട്ടെ. അപ്പൊ വെള്ളം ഇന്ന് വേണ്ട, പിന്നെ ഒരിക്കലാ. ചിന്തയെന്ന് ഉണർന്നു തോന്നുന്നു. വെള്ളം ചോദിച്ചിട്ട് ഇവിടെ പോയി കിടക്കുകയാണ്. ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. തന്റെ പേരെന്താ പറഞ്ഞത്? ബാലകൃഷ്ണൻ. അപ്പൊ ഇതോ? അത് ഹിമവാൻ. അതാരാ? അതും ഞാൻ തന്നെ. അതെങ്ങനെയാണോ ശരിയാകുന്നത്? അത് സാറേ, എന്റെ അച്ഛന് പറ്റിയിട്ടുള്ള ഒരു അബദ്ധാണ്. ആര്, താനോ? അല്ലല്ല, ഈ പേരേ സത്യത്തില് ഹിമവാൻ എന്നാണ് എന്റെ ശരിക്കുള്ള പേര്. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ഹനുമാൻ എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോ ഞാൻ തന്നെയാണ് അച്ഛനോട് പറഞ്ഞിട്ട് ഈ പേര് മാറ്റിയത്. ഈ പേരെന്താണോ കുഴപ്പം? നല്ല പേരല്ലേ? അയ്യേ, അത് വേണ്ട. ഹിമവാൻ. ഹായ് ഹായ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഹിമവാൻ. കേട്ടോ ഹിമവാൻ, താനൊരു കാര്യം ചെയ്യും,
ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. പിന്നെ ഹിമവാനും ബാലകൃഷ്ണനും ഒരേ ആളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുവരണം. ഓ ബാക്കി പേപ്പേഴ്സ് ഒക്കെ ശരിയാണ്. അതെല്ലേ? ഉടനെ തന്നെ ലോൺ പാസ്സാക്കാം. ഓ വലിയ ഉപകാരം സാറേ. ആ ഇനി ഇതുപോലെ ഉണ്ണികൃഷ്ണൻ എല്ലാവർക്കും ചെല്ലി കൊടുക്ക. ആ ബാല, ആ തന്റെ പൈസയുടെ കാര്യം എന്തായി? ഒന്നും ശരിയായിട്ടില്ല. താനൊന്ന് ടെൻഷൻ അടിക്കാൻ നിൽക്കണോ? ഇത്രയൊക്കെ പണി തീർന്നില്ലേ? ഇനി മെയിൻ വാർപ്പും കൂടിയല്ലേ ഉള്ളൂ. അതെ അതെ, ആകെ പെട്ടുപോയി മാഷെ. കിട്ടാനുള്ളവരുടെ അടുത്ത് ഒക്കെ ഇപ്പൊ കടം വാങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ അതൊരു വീടാവണമെങ്കിൽ അത്രക്കത്ര ഇനി ഇറക്കണം. അല്ല, ബാങ്കിലെ പൈസ ഒക്കെ കിട്ടിയോ? അതിപ്പോ വാർപ്പ് കഴിഞ്ഞാലല്ലേ ലാസ്റ്റ് ഗഡ് കിട്ടുള്ളൂ. ആരതൊക്കെ പറയണേ? എടോ, താൻ ആ ബാങ്കിലെ മാനേജറെ പരിചയമുള്ള ഒരാളായിട്ട് ചെന്ന് ചാക്കിട്. അങ്ങനെ ഇതൊക്കെ നടക്കുള്ളൂ. ഇനി അഥവാ തനിക്ക് ഈ പൈസ കിട്ടിയില്ല എന്ന് വിചാരിക്കും. ഒരു മിനിറ്റ്. ഹലോ. ആ ഇല്ല മോളെ, ഇല്ല വീട്ടിലൊന്നും പോയി ഇപ്പൊ ക്ലാസ് എടുക്കുന്നില്ല. ഇല്ല ഓക്കെ, വീട്ടിൽ പോയി ക്ലാസ് എടുക്കാൻ പറ്റുമെന്നേ. അപ്പൊ എന്താ പറഞ്ഞത് നമ്മള്? ഇനി അഥവാ പൈസ കിട്ടിയില്ലെങ്കിൽ അഥവാ പൈസ തനിക്ക് കിട്ടിയില്ലെങ്കിൽ പലിശക്ക് എടുക്കാലോ. എത്ര ആൾക്കാർ പലിശക്ക് കൊടുക്കണോ നാട്ടില്? അല്ല അതെ, അല്ലാതെ നമ്മുടെ എവിടെ നിന്നുണ്ടാവാനാ ബാല? അല്ല പൈസക്ക് വഴി വേറെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞാണ്. അല്ല പറയാ, ഇതിലെങ്കിലും നടന്നു കിട്ടിയാ മതിയായിരുന്നു. ധൈര്യമായിട്ടിരിക്കേ, ഒക്കെ നടക്കും ചേട്ടാ. അതേ പ്രഹ്ലാദ, ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് ട്രീറ്റ്. ഇന്നത്തെ സിറ്റിംഗിലെങ്കിലും ലാസ്റ്റ് ഗഡു പാസ്സാക്കി തരാൻ നീ സാറിനോട് നിർബന്ധമായിട്ടൊന്ന് പറയണം. അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ. അത് കുടിക്കുമ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, നിർബന്ധിച്ചിട്ട് പറയണെന്നാ പറയണേ. ഓ, നിർബന്ധിച്ച് പറഞ്ഞോളാം. താൻ ആദ്യം ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ ശരിയാക്കിയിട്ട് എന്നെ വന്നൊന്ന് കാണ്. എല്ലാം ശരിയാക്കി സാർ, ഇന്നൊന്ന് കണ്ടാലോ? ഓ ഇന്ന് വേണ്ട, ഞാനൊരു മീറ്റിംഗിലാ. എന്നാ നാളെ? നാളെ വേണ്ട, നാളെ ഇതുപോലൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോ മറ്റന്നാ ഒരു ഫുള്ളായിട്ട് വീട്ടിലേക്ക് വാ. കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. പിന്നെ ബ്രാൻഡ് മാറണ്ട. ആ ഓക്കെ. അപ്പൊ മറ്റന്നാളത്തെ കാര്യവും ഓക്കെ ആയി. എന്താ ഹിമവാൻ, മൃതസഞ്ജീവനിൽ ടച്ചിങ്സും സോഡയൊന്നും ഇല്ലേ? എവിടെ എടുക്ക്? അയ്യോ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും പറയണ്ടേ? എന്താ വേണ്ട സാറേ? ഒരു നരകത്തിലെ കോഴി വരട്ടെ. നരകത്തിലെ കോഴിയോ? ഈ ചില്ലും കുട്ടി കിടന്ന് കറങ്ങുന്ന കോഴിയില്ലേ? ഗ്രിൽഡ് ചിക്കൻ. അത് തന്നെ. അത് നല്ലതാ. എത്ര റുപ്യന് വരികയെന്നാവല്ലേ? ഇങ്ങോട്ട് ഞാൻ പോയി വേണ്ട, ആരും ഇവിടുന്ന് പോകണ്ട, ഒക്കെ ഞാൻ ഇങ്ങോട്ട് വരുത്തിക്കോളാം. ഹലോ, ബാങ്ക് മാനേജരാ. ഒരു ഫുൾ ചിക്കൻ, ഒരു സോഡ, 2 കുപ്പി വെള്ളം, 1/2 കിലോ കാഷ്യൂനട്ട്. ആ പിന്നെ 2 പാക്കറ്റ് സിഗരറ്റും ഒരു തീപ്പെട്ടി പെട്ടെന്ന് കൊടുത്തേച്ചേക്ക്. ഓക്കെ. എടോ ഹിമവാൻ സാർ, തന്റെ 2 ട്രീറ്റിലും താൻ കുടിക്കാതെ മാറി നിന്നു. ഇന്നത് പറ്റില്ല, കുടിച്ചേ പറ്റൂ. അയ്യോ അത് വേണ്ട സാറേ, എനിക്ക് കുടിച്ചിട്ട് പരിചയമില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണോ പരിചയിക്കുന്നത്? എന്താ അറിയോ, വീട്ടില് ഭാര്യക്ക് തീരെ ഇഷ്ടല്ല ഇത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുത്താ മതി, ഭാര്യ ഇഷ്ടപ്പെടും. എന്നാലും വേണ്ട സാറേ, ഇത് വേണ്ട എനിക്ക്. ഇന്നത് കുടിച്ചില്ലെങ്കിൽ തന്റെ ലാസ്റ്റ് ഗഡു ഞാൻ പാസ്സാക്കില്ല. കുടിച്ചോ ചേട്ടാ, ലാസ്റ്റ് ഗഡു. പിടി, ഒരു മിനിറ്റ്. അയ്യോ എന്താ എന്താ എന്ത്? എന്താ സാർ ഇത്? ഇതൊരു സൂത്ര. ഇങ്ങനെ കെട്ടിവെച്ചാലേ അടിച്ച് ഫിറ്റായാലും ദേഹത്തുനിന്ന് മുണ്ടൂരി പോവില്ല. സെർവന്റ് 2 തവണ കംപ്ലൈന്റ് പറഞ്ഞു, ദേഹത്ത് മുണ്ടില്ലായിരുന്നു. അല്ല കുറച്ച് 1/2 ഗ്ലാസ് ആയാലും മതി. എന്താ ചായയോ? കുടിക്കണോ? അല്ല Cheers. Cheers. കുടിച്ചോ, ലാസ്റ്റ് ഗഡു. ചേട്ടാ, എന്റെ സാറേ, എന്തിനാ ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടി കുടിക്കണത്? ഒരു സുഖമില്ലോട്ടാ. അതൊക്കെ തനിക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. 2 എണ്ണം അകത്ത് ചെല്ലുമ്പോഴേ നല്ല സുഖ. തീർന്നു, തൂറ്റിപ്പോയി. സാറേ നമ്മുടെ ബാലൻ ചേട്ടനല്ലേ ലാസ്റ്റ് ഗഡു? ഇവൻ ബാലനല്ല, ഹിമവാൻ. ഇവനോട് എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. സാറേ, അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടു സാറേ. സാറേ അത് പെട്ടെന്ന് ഒന്ന് ശരിയാക്കി. അതിനെന്താ, ഞാനല്ലേ ബാങ്ക് മാനേജര്, കേട്ടോ, ഞാനല്ലേ പാസ്സാക്കേണ്ടത്. ആ ഞാനല്ലേ നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കണത്. ഹിമവാൻ, താൻ നാളെ ബാങ്കിലേക്ക് വേണം.
ചെക്ക് ഞാൻ അവിടെ എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കും. എന്താ പോരെ? സാറേ മധു സാറല്ല, തോംസൺ സാറ്. സാറേ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. സാറിന്റെ ദൈവമാണ്. സാറിന്റെ ദൈവം. ഇവിടെ എടാ, ഇതുപോലൊരു ബാങ്ക് മാനേജറെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണി കാണാൻ പറ്റൂടാ? പറ്റില്ല. ഓ ഫുഡ് വന്നല്ലോ ചിക്കൻ. കൊണ്ടുവാ ചിക്കൻ. സാറേ ചിക്കൻ ചിക്കൻ കടായി ചിക്കൻ. സാർ കടായിട്ടല്ല കാശ് കൊടുക്കും. എടാ, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ല ബില്ല് എന്റെ തരരുതെന്ന്. ഹിമവാൻ തരും. ബില്ല് സാറല്ല ഞാൻ തരും. ബില്ല് ബാലൻ ചേട്ടൻ തരും. അതാ പതിവ്. സാറേ